നമസ്കാരം, മീഡിയ മെയിൻ ന്യൂസിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ മികച്ച മിക്സഡ് യൂസ് ഡെവലപ്പറുകളിൽ ഒന്നായ ഹൈലൈറ്റ് ഗ്രൂപ്പ് ഹൈലൈറ്റ് ഒളിമ്പസ് എന്ന പ്രൊജക്ടിന്റെ വിജയത്തെ തുടർന്ന് ഒളിമ്പസ് 2 എന്ന പേരിൽ പുതിയ റെസിഡൻഷ്യൽ ടവർ നിർമ്മാണം ആരംഭിക്കുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലായി ലഭിക്കുന്ന സഹകരണങ്ങളിലും വിശ്വാസത്തിലുമുള്ള അതിയായ സന്തോഷം ഹൈലൈറ്റ് ഗ്രൂപ്പ് ഡയറക്ടർ നിമ സുലൈമാൻ പങ്കുവച്ചു. Then I'll introduce ourselves. This is Mohammed Fazim. He's the CEO of Highlight Group, Highlight Builders. This is Mr. Ajay Mohammed. He's the CEO of Highlight Group. And we have Lieutenant Colonel Mr. Praveen Sukumaran. He's the AGM of Highlight Builders. And I am Nima Sulaiman. I'm the Director of Highlight Group. The Kochil വെച്ചുള്ള Highlight Groupന്റെ first meet ആണ്. അതിന് last 3 decades ആയിട്ട് ഞങ്ങളെ വിശ്വാസം അർപ്പിച്ചതിന് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വൺ ഓഫ് എ കൈൻഡ് പ്രോജക്ട്, ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ വൺ ഓഫ് എ കൈൻഡ് പ്രോജക്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊജക്ടിന്റെ വിവരങ്ങൾ പങ്കുവച്ച ഹൈലൈറ്റ് ബിൽഡേഴ്സ് സിഇഒ മുഹമ്മദ് ഫസീം ആഗോള നിലവാരത്തിലുള്ള ജീവിത രീതിയാണ് ഒളിമ്പസിലൂടെ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പം നമുക്ക് ഒരു രീതിയിലും ഒരു കോംപ്രമൈസ് വരാൻ പാടില്ല. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സ്തപതി ആർക്കിടെക്ട്സ് ആണ് നമുക്ക് ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ വൺ ഓഫ് ലണ്ടൻ ബേസ്ഡ് കൺസൾട്ടൻസ് ആണ് നമ്മൾ ഇതിൻ്റെ സൈനേജ് കൺസൾട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഡിസൈൻ സ്പെക്ട്രമാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ദ ബെസ്റ്റ് കൺസൾട്ടൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു പ്രോജക്റ്റ് കാലിക്കറ്റിലാണ്. ഞങ്ങൾ 65 ഏക്കറുള്ള ഒരു ഈ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ഞങ്ങൾ കാലിക്കറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിയുന്നുണ്ടാവും. ഹൈലൈറ്റ് സിറ്റി എന്ന് പറഞ്ഞ ഒരു ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പിൽ ശരിക്കും ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്. കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് മാൾ ഹൈലൈറ്റ് മാൾ കാലിക്കറ്റ്. ശരിക്കും അതിൽ എന്താ പറയുക, 8 സ്ക്രീൻ പെലാക്സി സിനിമാസ് ഉണ്ട്. അതേപോലെ 65,000+ സ്ക്വയർ ഫീറ്റിൽ ഹൈപ്പർ മാർക്കറ്റ് സ്പേസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫുഡ് കോർട്ട് സ്പേസ് ഉണ്ട്. പിന്നെ കുറേ റീറ്റെയിൽ സ്പേസ് ഉണ്ട്. അതേപോലെ നമുക്കൊരു ബിസിനസ് പാർക്ക്, ഓഫീസ് ടവർ ഉണ്ട്. ഈ ഓഫീസ് ടവറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് വെറൈറ്റി ഓഫ് കോവർക്കിംഗ് സ്പേസും ഇൻഡിവിജ്വൽ ഓഫീസ് സ്പേസും പിന്നെ അതേപോലെ 24 hour കോഫി ഷോപ്പും ലേറ്റ് നൈറ്റ് ഫുഡ് സ്ട്രീറ്റും ബാങ്ക്, ഒരുപാട് ക്ലിനിക്സ്, ശരിക്കും അവരുടെ ഡെയിലി നീഡ്സ് സെർവ് ചെയ്യുന്ന ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു ഹോസ്പിറ്റൽ അവിടെ ചെയ്യുന്നുണ്ട്, ഒരു പ്രീമിയം മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. ഹൈലൈറ്റ് ഗ്രൂപ്പ് നടത്തുന്ന റീറ്റെയിൽ വിപ്ലവം എന്നാണ് കേരളത്തിലെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകളെ പറ്റി ഹൈലൈറ്റ് ഗ്രൂപ്പ് സിഇഒ അജിൽ മുഹമ്മദ് പറഞ്ഞത്. ഒളിമ്പസ് എന്നുള്ള മെഗാ ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് പ്രോജക്ടിന്റെ phase 2 നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് വീക്കാണ് നമ്മൾ അപ്രൂവൽസ് ഒക്കെ കിട്ടി. ബാക്കി എല്ലാ അപ്രൂവൽസും കിട്ടിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തു. അത് ഓൾറെഡി അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒളിമ്പസ് phase 2 phase 1 പ്രോഗ്രസ് പറയുകയാണെങ്കിൽ നമ്മൾ 1 year ബിഫോർ ഷെഡ്യൂൾ, അതായത് 25 ഈ വർഷം ആണ് നമ്മൾ അത് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുന്നതോടുകൂടെ 1 year ബിഫോർ ഷെഡ്യൂളിലാണ് നമ്മൾ അത് ഡെലിവറി ചെയ്യുന്നത്. പ്ലസ് phase 2 നമ്മൾ ഇതേപോലെ തന്നെ ഓൺ ടൈമിലും ബിഫോർ ഷെഡ്യൂളിലും വിത്ത് ബെസ്റ്റ് ക്വാളിറ്റി കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ കമ്പയർ ടു ദി അതർ ബിൽഡേഴ്സ് ഓഫ് ദ റിയൽ എസ്റ്റേറ്റ് സെക്ടേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആഡഡ് അഡ്വാൻറ്റേജ്, ദ മെയിൻ കോൺട്രാക്ടർ ഇസ് ഹൈലൈറ്റ് കോൺട്രാക്ടിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇൻ ഹൗസ് കോൺട്രാക്ടർ, വൺ ഓഫ് ദി കോൺട്രാക്ടിംഗ് കമ്പനി ഓഫ് ഹൈലൈറ്റ് ഗ്രൂപ്പ്. അവരാണ് ഇതിന്റെ മെയിൻ കോൺട്രാക്ടർ. MEP ആണെങ്കിലും ഹൈലൈറ്റ് MEP സൊല്യൂഷൻസ് ആണ്. അപ്പൊ അത്രയും നമ്മൾ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ മെറ്റീരിയൽസ് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഹൗസ് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ബിഫോർ ഷെഡ്യൂളിൽ കഴിഞ്ഞ എല്ലാ പ്രോജക്ട്സും ഡെലിവറി ചെയ്ത പോലെ തന്നെ ഇതും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തായാലും അത് മുന്നോട്ട് കാണുന്നു. കൊച്ചിയിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു ഇവർ. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈൻഡ്.